ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹാസ് കിച്ചൻ. ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദ് സ്പെഷ്യലാണ് ചിക്കൻ കറി. ഇത് കുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കാറുള്ളത്. കുട്ടികൾക്ക് നമ്മൾ അധികം ഒന്നും സ്പൈസസ് ഒന്നും കൊടുക്കാറില്ല. ഞങ്ങൾ വളരെ സ്പൈസസ് കുറച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ പേരാണ് ചിക്കൻ ചേൾസ് പ്ലേ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 1 kg ചിക്കനാണ് ഇത്. 1 kg ചിക്കന് 3 മിർച്ചി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച്, പിന്നെ ഒരു 100 ഗ്രാം ചെറുള്ളി, സവാള 2 എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഹൈദരാബാദ് സ്റ്റൈലിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുക്കിംഗ് ചെയ്യുന്നതെല്ലാവും പിള്ളേരിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വലിയ ആൾക്കാർക്ക് സ്പൈസസ് ഇതനുസരിച്ച് നിങ്ങൾക്ക് സ്പൈസസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങ് ആഡ് ചെയ്യുക. ഇത് ഇത്രയ്ക്ക് ഞാൻ പിള്ളേരിനെ ബേസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ സ്പൈസസ് കുറച്ചേ എടുത്തുള്ളൂ. ഇത് നമുക്കിനിയിപ്പം ഈ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ചെറുള്ളി കൂടി നമുക്ക് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാനസോണിക്കിൻ്റെതാണ് മിക്സി. ഇത് നല്ലത്, പിന്നെ ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമുള്ളതാണ്. സോ നമുക്കിതിൽ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 2 ഏലയ്ക്ക്, പിന്നെ 2 ഏലയ്ക്ക്, ഒരു 3 ഗ്രാമ്പു, പിന്നെ കുറച്ച് പട്ട, ഇത്രയും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് ഹീറ്റായി വന്നപ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഓണിയനായിട്ടുള്ള പേസ്റ്റാണ്. ഇത് നല്ല പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇത് കുറച്ച് പച്ച സ്മെല്ല് പോകുന്നവരെ ഇതങ്ങ് വേവിച്ച് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഇനി നേരത്തെ കട്ട് ചെയ്തിരിക്കുന്ന മുളകിട്ട് കൊടുക്കാം. ഈ മുളക് കൂടി കുറച്ച് വെന്തി വന്നപ്പോഴത്തേക്ക് ഇതും കൂടെ കുറച്ച് പച്ച സ്മെല്ലങ്ങ് പോകണം. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുകയാണെങ്കിൽ ലേശം സോൾട്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ലേശം സോൾട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് വെന്തി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് സോൾട്ട് നമ്മൾ ഇത് ടേസ്റ്റ് അനുസരിച്ച് വേണ്ടി വന്നാൽ ഇനി കുറച്ചും കൂടി ചേർക്കാം. ചിലരൊക്കെ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ടേസ്റ്റുകൾ സ്പൈസസ് നിങ്ങൾ ഇഷ്ടത്തിനങ്ങ് ചേർക്കുക ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് കേട് ചേർത്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ കേട് ചേർക്കുന്നില്ല. ഇപ്പം കേട് ചേർക്കാത്തത് എൻ്റെ മോനിക്ക് ഇഷ്ടമല്ല കേട് ചേർക്കുന്നത്. അവനിക്ക് ഇവിടുത്തെ ഭക്ഷണങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കേട് ചേർക്കാം. നമുക്ക് കുറച്ചിട്ടങ്ങ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം.
ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ള മല്ലിയില എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. മല്ലിയില വീട്ടിൽ തന്നെ കൃഷിയുണ്ട്. ഞാനത് നമുക്ക് കിച്ചണിലേക്ക് സൗകര്യമായിട്ട് എങ്ങനെയാണ് കിച്ചണടുത്ത് തന്നെ വെക്കാനുള്ളതൊക്കെ ഞാൻ കാണിക്കാം. ഏകദേശം നമുക്ക് ഉള്ളി വേകാനായി. ഇനി ഒരു 2 മിനിറ്റ്സും കൂടി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് ഓൾമോസ്റ്റ് ആയി. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. ഇതിലേക്കിപ്പം തീ സിമ്മിലാക്കിയിട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും സ്പൈസസ് ചേർത്ത സമയത്ത് തീ എപ്പോഴും കുറച്ചാണ് ഇടുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല പൗഡറാണ്. ഇത് വീട്ടിൽ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇനി അമ്മ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നല്ല മണം വരും. ഇത് അമ്മ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങില്ല ഈ ചിക്കൻ മസാല പൊടിക്കുന്നത്. അമ്മ വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രിപ്പയർ ചെയ്യണത്. ഇത് മല്ലിപ്പൊടി. ഞാൻ ഇത്രയേ സ്പൈസസ് ചേർക്കുന്നുള്ളൂ. ഇതിന് കൂടുതൽ ഞാൻ സ്പൈസസ് ചേർക്കാത്ത കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ കുട്ടികളെ ബേസ് ചെയ്ത് ചെയ്യണതാണ്. ഇപ്പം എൻ്റെ ചാനൽ മാതിരി എൻ്റെ വീട്ടിലോട് കുട്ടികളാണ് കൂടുതലായി ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യണത്. അധികം സ്പൈസസ് ഞാൻ ചേർക്കാത്തത് മെയിൻ കാര്യം അതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇനി കുറച്ച് സ്പൈസസ് നിങ്ങളുടെ കണക്കിനനുസരിച്ച് കൂട്ടി ചേർക്കാം, കുറയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി അവർക്ക് കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ വെള്ളമൊന്നും ഇതിൽ ഇല്ലാതെ ഞാൻ എല്ലാം ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഞാൻ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വെള്ളം ഇപ്പോഴൊന്നും ചേർക്കാറുണ്ട്. ഒരു 5 മിനിറ്റ്സ് വരെ ഇത് മസാലകളെല്ലാം സ്പൈസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കണം. ഒരു 5 മിനിറ്റ്സ് ആയി. ഞാൻ ഇതെടുത്ത് നോക്കുന്നു. ഒരിക്കൽ ഇളക്കിയിട്ട് നമുക്കെങ്ങനെയാണ് നല്ല ഗ്രേവി ആയിട്ട് വേണം അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് വേണം എന്ന് നോക്കി അതിനായിട്ടുള്ള അനുസരിച്ചിട്ടാണ് നമുക്ക് വെള്ളം ചേർക്കാറുള്ളൂ. ഇത് വീട്ടിലുള്ള നാടൻ കോഴി ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കാം ഇത് കുക്കറിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല വെന്ത് കിട്ടുമെന്ന്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ മാത്രം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയാലും കൂടി നമ്മൾ കുറച്ച് ഇഞ്ചി ചേർത്ത് കൂടുതൽ ഇങ്ങനെ കട്ടിയായിട്ടുള്ള മാംസങ്ങൾ ഇഞ്ചി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആവും. നമ്മൾ ഇപ്പം ഈ കട്ടിയായിട്ടുള്ള മാംസം ഉണ്ടായി കട്ടിയായിട്ടുള്ള ചിക്കനോ അങ്ങനെ അല്ലെങ്കിൽ മട്ടന് അങ്ങനെ ഉണ്ടെങ്കിൽ കട്ടിയാണെങ്കിൽ അതിലേക്ക് നമ്മൾ എപ്പോഴായാലും നമ്മൾ ഓർക്കണം ഇഞ്ചി ലേശം കൂട്ടി ഇടണം. ഇപ്പം ഞാൻ ഒരു കഷ്ണം
ഒരു പീസ് ഇടുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു അര പീസ് കൂടി ചേർത്ത് ഇഞ്ചി ചേർക്കണം. അപ്പോഴേ സോഫ്റ്റ് ആകും. ഏത് ഇറച്ചി ആയാലും കൂടി സോഫ്റ്റ് ആകാനുള്ള ഒരു ടിപ്പാണ് ഇഞ്ചി കുറച്ച് കൂട്ടിച്ചേർക്കാനുള്ളത്. പിന്നെ നമ്മൾ ഏത് കറി ആയാലും ശരി അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് വെജിറ്റബിൾസ് കറി ആയാലും ശരി, നോൺ വെജ് ആയാലും ശരി, കറിയിലേക്ക് എപ്പോഴും ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേ കറി ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്കിനിപ്പോൾ 30 മിനിറ്റ്സ് ഞാനിപ്പോൾ ഇവിടെ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ്സ് ആയി. ഞാനിതൊന്ന് ഇളക്കി നോക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, കറിയായിട്ട് അങ്ങ് എടുക്കാം. വേറെ കറി ഇത് വെച്ച് കൂട്ടിയാൽ പിന്നെ നമുക്കിനി വേറെ ഒരു കറികളൊന്നും വേണ്ടി വരത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇറക്കാം. ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ്സും കൂടി ആക്കിയിട്ടാണ് ഞാൻ ഇറക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് എൻ്റെ വീട്ടിലിപ്പം അവരെല്ലാവരും കുട്ടികളല്ലേ, അധികമൊന്നും അവർക്ക് ആവശ്യമില്ല. ഈ എണ്ണ എല്ലാവും നമ്മൾ ഈ ചിക്കനിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺസ് എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് തോന്നിക്കാണും എന്ത് 3 ടേബിൾ സ്പൂൺസ് 1 കിലോ എണ്ണയ്ക്ക് തികയുമോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. ഞാൻ അങ്ങനെയും ഉപയോഗിക്കാൻ കാര്യം ഇത് ചിക്കനിൽ നിന്ന് ഇത്രയ്ക്ക് ഓയിലാണ് വെളിയിലോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 5 മിനിറ്റ്സും കൂടി ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. കുറച്ചും കൂടി വട്ടണം എനിക്ക്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ അധികമൊന്നും മസാലകളൊന്നും ചേർത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നമ്മൾ ഈ ബിരിയാണി ഇല പിന്നെ ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇത്രയ്ക്ക് സാധനങ്ങൾ മതി. അത് പോയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് നല്ല മണം വരും. പിന്നെ ഇങ്ങനെയൊക്കെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയ്ക്ക് മതിയെന്ന് തോന്നിയാൽ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തങ്ങ് എടുക്കാം. വേണ്ട കുറച്ചും കൂടി വറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടി വറ്റിച്ചിട്ടങ്ങ് എടുത്താൽ മതി. ഞാനൊരു 5 മിനിറ്റ്സും കൂടി എനിക്ക് വറ്റണം. പിന്നെ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചത് ഇതിൽ 3 ടേബിൾ സ്പൂൺസ് ഓയിൽ. പിന്നെ ഇതെങ്ങനെയൊക്കെ വന്നെന്ന് ഈ ചിക്കനിൽ നിന്ന് ഇത്രയ്ക്ക് ഓയിൽ, ഇത് നമ്മുടെ വീട്ടിലുള്ള ചിക്കൻ ആയതുകൊണ്ട് നമുക്കൊക്കെ അറിയാം അതിങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ കുറച്ചേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാവും ചിക്കനിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഞാൻ അധികം ഓയിൽ ഉപയോഗിക്കാത്ത കാര്യം അതാണ്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടി ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന് റെഡിയായി ഇവിടെ. എനിക്കിതിപ്പോൾ ഞാൻ കറക്റ്റ് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ആയത്. എനിക്കിങ്ങനെയാണ് ആവശ്യമുള്ളത് കറി. ഇതിലേക്കിനി ഫൈനലായിട്ട് ഇത് ഒരിക്കൽ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി സർവിങ് ബൗളിലേക്ക് എടുക്കാം. ഇത്ര വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തത്. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല എനിക്ക്. ഇതിലേക്ക് അവസാനമായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതേപോലെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ലാസ്റ്റിൽ ഇട്ട് കൊടുക്കണം, നല്ല മണം വരും. ഇതിനൊരു പ്രത്യേക മണമാണ്. അത് പോയിട്ട് നമ്മൾ ഈ
ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ലേ, പുറത്തുനിന്ന് വാങ്ങുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് ഒരു നല്ലൊരു മണം ഈ കറിവേപ്പിലയ്ക്ക്, മല്ലിയിലയ്ക്ക്, ഇതെല്ലാത്തിലും കൂടി. ദാറ്റ്സ് ഫിനിഷായി. ഇനി ഞാനിവിടെ സർവിങ് ബൗളിലേക്ക് എടുക്കുന്നു. സ്റ്റവ് ഓഫ് ചെയ്തിട്ടെ. ഞാനിവിടെ ഇനി സർവിങ് ബൗളിലേക്ക് എടുക്കാം. ഓക്കെ, നമുക്കിപ്പം ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് അത്ര ഭയങ്കര പണിയുള്ളതൊന്നുമല്ല, അധികം ജോലിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഒരു 30 മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഇത് ഭയങ്കര സ്പൈസി അല്ല. ഞാൻ ഉപയോഗിച്ചത് ഇതിലേക്ക് കാശ്മീർ ചില്ലിയാണ്, അതുകൊണ്ടാണ് ഈ കളറിലേക്ക് വന്നത്. ഞാൻ അധികമൊന്നും സ്പൈസസ് ഉപയോഗിച്ചിട്ടില്ല. ഇത് നമ്മുടെ പണ്ടത്തെ കാലത്തിലാണെങ്കിൽ ആരും അധികമൊന്നും സ്പൈസസ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അവർക്കൊക്കെ നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഭയങ്കര സ്പൈസസ് ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ സ്പൈസസ് അധികം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അധികം സ്പൈസസ് ഒന്നും കൊടുക്കാറില്ല. ഇങ്ങനെയാണ് അവർക്ക് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്, പിള്ളേർക്ക് നല്ലതായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിലെ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.